നേരത്തെ നമ്മൾ സാധാരണ ഒരു അട്ടപ്പാടിക്കാരൻ തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ. അട്ടപ്പാടിയിൽ നിന്ന് പഠിച്ച് ഇപ്പോൾ പുറത്ത് വന്നിട്ട് അട്ടപ്പാടി ചെല്ലുമ്പോൾ ഒരു ചെറിയ ബിഹേവിയേഴ്സ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. ഇനിയിപ്പോൾ മിഷൻ അട്ടപ്പാടി സെക്കൻഡ് ബാച്ചിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഗ്രോത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം 1 month എടുത്ത് പഠിച്ച ആള് ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇയേഴ്സ് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് പഠിച്ചെടുക്കാം. സ്റ്റേറ്റിലേക്ക് വന്നതോടുകൂടിയാണ് ഞങ്ങൾ കമ്പ്യൂട്ടറും അതുപോലെ ഇങ്ങനെ കോഡിയൊക്കെ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഫെബ്രുവരി ആവും നമുക്ക് മില്ലറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. ആ ഒരു പേടിയൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? കാരണം നിങ്ങളുടെ ഊരിലല്ലാതെ കുറച്ചധികം ആൾക്കാരുടെ അടുത്താണല്ലോ ഇപ്പം നിങ്ങൾ ഇടപഴകിക്കൊണ്ട്. ഇപ്പം അട്ടപ്പാടിന് സത്യം പറഞ്ഞാൽ അട്ടപ്പാടിന് ഞാൻ കറങ്ങിട്ട് പോലും ഇല്ല, വീട്ടിൽ എങ്ങോട്ടും കൂടി തന്നെ. ഇപ്പം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ ഇതല്ല ഇതിന് പുറത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര ഇട്ടാവട്ടത്ത് തന്നെ ഇങ്ങനൊരു ലോകമുണ്ട്, അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം 200 പേരെയാണ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തമായിട്ട്. അവരോടൊക്കെ എന്തൊക്കെ ഇൻസ്പിറേഷൻ സ്റ്റോറിയൊക്കെയാണ് നിങ്ങൾ പറയാറുള്ളത്? റിയാദ്, മഹദ് അവരൊക്കെ ഈ 14 വയസ്സിൽ തന്നെ നമ്മുടെ ഈ ടെക്കിലോട്ട് ജോയിൻ ചെയ്ത് 18 വയസ്സാകുമ്പോഴത്തേനും ഒരു കമ്പനിയുടെ CTO എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. ഫസ്റ്റിൽ അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേപ്പിലെ കുറച്ചധികം സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടല്ലേ, കുട്ടി എഞ്ചിനീയേഴ്സിനെ, പല ഏജിലുള്ളവരെ, പല കാറ്റഗറിയിലുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള 5 പേരെയാണ്. നമ്മൾ അട്ടപ്പാടി എന്ന് കേട്ടിട്ടുണ്ട്. അട്ടപ്പാടിയിലുള്ള 5 എഞ്ചിനീയേഴ്സിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഹായ്. ഹലോ, എൻ്റെ പേര് ശിവകുമാർ. വിസ്മയ വി. എൻ്റെ പേര് അഞ്ച്. എൻ്റെ പേര് പഴനിയമ്മ. എൻ്റെ പേര് രംഗമ്മ. രംഗം. ഓക്കെ. അപ്പം ഇവർ 5 പേരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം എത്ര നാളായി നിങ്ങൾ ശരിക്കും നമ്മുടെ സ്റ്റേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കോഡിങ്ങിലേക്ക് വന്നിട്ട് ശരിക്കും എത്ര വർഷമായി നിങ്ങൾ 5 പേര്? കോഡിങ്ങിൽ കയറിയിട്ട് ഇതോടെ 2.5 വർഷമായി. 2.5 വർഷം 2021 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. എങ്ങനെയുണ്ട് ആ ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇങ്ങനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തുമെന്ന്? ഇല്ല, ഇതിന് മുന്നേ ഇല്ല. പിന്നെ ഇതിലെത്തിക്കഴിഞ്ഞിട്ടാണ് പഠിച്ച് മനസ്സിലാക്കി തുടങ്ങിയിട്ടാണ് എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടോ? ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ. എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഞാനിപ്പോൾ ഒരു 3 ലൈവ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ലൈവ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2.5 വർഷം കൊണ്ട് 3 ലൈവ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ 3 പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ? സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഐ ടി ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു സംഭവം. അപ്പോൾ നമ്മൾ സ്റ്റേപ്പിലേക്ക് ജോയിൻ ചെയ്ത ശേഷമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചത് സ്റ്റേപ്പിലേക്ക് ജോയിൻ ചെയ്ത ശേഷമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ടഫായിരുന്നു. പിന്നെ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് പഠിച്ചു. അങ്ങനെ ഇപ്പം ഒരുവിധം നമുക്കെല്ലാം ഇപ്പൊ ഒരു പ്രൊജക്റ്റ് ഒക്കെ തന്ന സെൽഫായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിട്ടുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേജിലുണ്ട്. എങ്ങനെയുണ്ട് 2.5 വർഷത്തെ ജേണി? നിങ്ങൾ എല്ലാവരും 5 പേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തവർ തന്നെയല്ലേ? സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച്. അപ്പോൾ ഞാൻ 2-3 ലൈവ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റേപ്പിലേക്ക് വന്നതോടുകൂടിയാണ് ഞങ്ങൾ കമ്പ്യൂട്ടറും അതുപോലെ ഇങ്ങനെ കോഡിയൊക്കെ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. നേരത്തെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനും അതിന് കോഡിങ് എന്നൊന്നും അറിയില്ല. ചെറുതായിട്ട് C++ അങ്ങനെയൊക്കെ ചെറുതായിട്ട് അറിയാം. പിന്നെ ഇതിലേക്ക് ചേർന്നതോടെ ഞങ്ങൾക്ക് പിന്നെ വെബ് ഡെവലപ്മെൻ്റ് ആകാൻ പറ്റി. പിന്നെ എന്താ പറയുക, ഓരോ ആപ്സും ഞങ്ങൾ പിന്നെ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഓരോ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ സ്വയമായിട്ട് തന്നെ പഠിച്ചു. പിന്നെ എഞ്ചിനീയേഴ്സ്മാരുടെ സപ്പോർട്ടും കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ആക്കിയത്. ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയാണ്? ഞാനെന്ന് വെച്ചാൽ ഈ കോഴ്സിൽ ചേർന്നപ്പോൾ എനിക്ക് ഈ കമ്പ്യൂട്ടർ അതിലെങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ഒരു സാധനം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എൻജിനീയേഴ്സ്മാർ ഞങ്ങളുടെ അട്ടപ്പാടിയിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും പിന്നെ ഓരോ ആഴ്ചയ്ക്ക് മാറ്റി എൻജിനീയേഴ്സ്മാർ വന്ന് ഞങ്ങൾക്ക് കുറേ കാര്യം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് എൻഡ് ഫില്ല് ചെയ്ത് ഞങ്ങൾ ജോബിന് കയറി. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒരു പ്രൊജക്റ്റ് ചെയ്തു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു. ഞാൻ ഒരു ലൈവ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റിലീസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊജക്റ്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ അട്ടപ്പാടിയിലേക്ക് പോയത്, അട്ടപ്പാടി മിഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ അതൊക്കെ പഠിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഠിച്ച് ഓരോന്നൊക്കെ കണ്ടുപിടിക്കില്ലേ, അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ
സപ്പോർട്ട് കാരണം എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റി. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റി. എങ്ങനെയുണ്ട് ഇപ്പോൾ ഊരിലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? നിങ്ങൾ 5 എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ 5 അല്ല, ശരിക്കും നിങ്ങൾ 6 പേരുണ്ടല്ലേ? 6 എഞ്ചിനീയേഴ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ എല്ലാത്തിലും കുറച്ച് വ്യത്യാസമായിട്ടാണ് കാണുന്നത്. നേരത്തെ നമ്മൾ സാധാരണ ഒരു അട്ടപ്പാടിക്കാരൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ. അട്ടപ്പാടിയിൽ നിന്ന് പഠിച്ച് ഇപ്പോൾ പുറത്ത് വന്നിട്ട് അട്ടപ്പാടി ചെല്ലുമ്പോൾ ഒരു ചെറിയ ബിഹേവിയേഴ്സ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മളിപ്പോൾ സാധാരണ ആളും കൂടിയല്ല. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. പിന്നെ ഇപ്പോൾ മിഷൻ അട്ടപ്പാടി സെക്കൻഡ് ബാച്ചിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അതായത് മെൻ്ററായിട്ട്. മെൻ്ററായിട്ട് പഠിക്കുക. ഇതിപ്പം മൊത്തം നിങ്ങൾ ഈ 6 പേരിൽ നിന്ന് പുതിയൊരു 200 പേരാണല്ലേ ഉണ്ടായി വരുന്നത്. അതെ. ആ 200 പേരെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കാരണം ഞങ്ങളും നിങ്ങളെപ്പോലെ വന്നതാണ്, പക്ഷെ ഇപ്പം ലൈവ് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്, സാലറി കിട്ടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ്, കാരണം അവർക്ക് പിന്നെ ഇൻസ്പിറേഷൻ, കാരണം തൊട്ടടുത്ത് കാണുന്ന നിങ്ങളാണ്. ഒരു ഓൾറെഡി ഇൻസ്പയർഡ് ആവും. കാരണം നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ ഊരിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ് തന്നെയല്ലേ എല്ലാവരും ഇവിടെ ഉള്ളത്. അപ്പം അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അവരുടെ ട്രെയിനിങ് നന്നായിട്ട് പോകുന്നുണ്ട്. അവർ ഇപ്പോൾ നമ്മുടെ ഒക്ടോബർ 10 അവർ അവിടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒക്ടോബർ 1 വർഷമായി. ഒരു വർഷം അപ്പോൾ ഇപ്പോൾ ഒരു റിയാക്ട് ഒരു 3-4 സ്റ്റുഡൻസ് റിയാക്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ശരിക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ മീൻസ് ഊരിലെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പറയുന്ന നോർമൽ മലയാളമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നവരൊക്കെ, നമ്മൾ ഇനിഷ്യലി പഠിപ്പിച്ചവരൊക്കെ നമ്മുടെ സാധാ എഞ്ചിനീയേഴ്സാണ്. ശരിക്കും നമ്മുടെ റിയൽ എഞ്ചിനീയേഴ്സിനെ ആയിരുന്നു നിങ്ങൾക്ക് റിസോഴ്സ് പേഴ്സണായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനൊക്കെ ഡിഫിക്കൽറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ തോന്നിയില്ല. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ കൂടെ കൂടുതൽ മിങ്കിളായപ്പോൾ നമുക്ക് ആ ഒരു ഇത് തോന്നിയില്ലായിരുന്നു. എന്നാൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഊരിലെ ലാംഗ്വേജ് പറയാനൊരു ടെൻഡൻസി ഒക്കെ വരാറുണ്ട്? നമ്മൾ മാത്രമുള്ള ടൈമിൽ നമ്മൾ അതായിരിക്കും സംസാരിക്കുക. നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൂടെയുള്ളവരുടെ അടുത്തല്ലേ ചോദിക്കുക. അപ്പം നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്കിടയിൽ ചോദിച്ച് ഇപ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ഊരിലെ ലാംഗ്വേജ് തന്നെയാണ് അല്ലേ? അതെ. അതൊക്കെ നിങ്ങളിപ്പോൾ ഏതൊക്കെ ഊരാരാണ്? ഞാൻ നക്കുപ്പതി, അട്ടപ്പാടിയിൽ നക്കുപ്പതി ഊരാണ് എൻ്റെ സ്ഥലം. എൻ്റെ ധോണികുണ്ട്. നിങ്ങൾ 3 പേരും വെങ്കടവിലുള്ളവരാണ്. ഓക്കെ, അപ്പം നിങ്ങൾ 3 പേരും 3 ഊരിൽ നിന്നുള്ളവരാണ്. അപ്പം 3 ഊരിൻ്റെ ഇൻസ്പിറേഷനാണ് ഈ ഇരിക്കുന്നത് അല്ലേ? അതിന് പുറമെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണെന്ന് അറിഞ്ഞു, ഒരു സെറ്റൊക്കെ എത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഊരുകളിൽ പോയി, ഇപ്പോൾ നമുക്ക് 192 ഊരുണ്ട് നമ്മുടെ അട്ടപ്പാടിയിൽ ഫുള്ളായിട്ട്. അപ്പം നമ്മൾ അവിടെയുള്ള ഓരോ ഊരുകളിലും സന്ദർശിച്ച് അവിടെയുള്ള പാരമ്പര്യ രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്ന കർഷകരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവിടെയുള്ള മില്ലറ്റ്സിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അപ്പോൾ അവരിതുപോലെ വിളവെടുപ്പ് നടന്ന ടൈമിൽ നമ്മളവിടെ പോയി അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് പിക്കപ്പ് ചെയ്യുക എന്നതാണ് ഇപ്പം നമ്മുടെ പ്ലാൻ. അപ്പോൾ ഫെബ്രുവരി ആവും നമുക്ക് മില്ലറ്റ്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. അപ്പം ഇപ്പോൾ ഊരുകളിൽ പോയി ചോദിച്ചിട്ടുണ്ട്, അവരുടെ ആയിട്ട് സംസാരിച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞിരുന്നല്ലേ? അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് ഞാനും കിട്ടി, എൻ്റെ കുട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റാഗിയും ചാമയൊക്കെ വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കുഞ്ഞിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയതിൻ്റെ റിവ്യൂ ഒക്കെ എങ്ങനെ കേട്ടിരുന്നു? അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടോ? ആ ഒരു ട്രയൽ റിലീസ് കഴിഞ്ഞു, ഇനി അടുത്ത നിങ്ങൾക്ക് വിളവെടുപ്പിന് വേണ്ടിയാണ് നിങ്ങൾ ഫെബ്രുവരി വരെ വെയിറ്റ് ചെയ്യുന്നത്. അതെ. എങ്ങനെയാണ് അതിനെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്, ആ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ? ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അവിടെ പാരമ്പര്യമായിട്ട് നമ്മുടെ അട്ടപ്പാടിയിൽ കൃഷി ചെയ്യുന്നതാണ് മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. അപ്പോൾ നിലവിലിപ്പോൾ കാണുന്നത് അവിടെ മാത്രം കൃഷി ചെയ്ത് അവിടെയുള്ള കുറച്ച് ഈ മാർക്കറ്റിൽ മാത്രം നമ്മുടെ പ്രൊഡക്റ്റൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റിലും കൂടെ നമ്മുടെ അട്ടപ്പാടിയിൽ വിളയുന്ന ഓരോ ചെറുധാന്യങ്ങൾ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ഞങ്ങളിപ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെറുതേനൊക്കെ നിങ്ങൾക്ക് ഇവിടേക്ക് എത്തിക്കുമ്പം അതിൻ്റെ പാക്കേജ് കാര്യങ്ങൾ അതിനൊക്കെ എന്തെങ്കിലും, കാരണം അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ ഇവിടേക്ക് വരുമ്പം അങ്ങനെ അതിനെന്തെങ്കിലുമൊക്കെ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനെയൊക്കെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കോഡിങ്ങിലേക്കുള്ള ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? അതായത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ എവിടെ വരെയൊക്കെ എത്തി, എന്തൊക്കെ ഇപ്പോൾ അറിയാം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു. കോഡിങ്ങിന് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് സഫീർ സാർ വന്നിട്ട് ഫസ്റ്റ് ഡേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം പോയി. അവിടെ അജീഷ് സാർ വന്നിട്ട് ഫസ്റ്റ് പറഞ്ഞത് ടെക്നോളജിയെ പറ്റിയിട്ടാണ് സാർ ഞങ്ങൾക്ക് അവയർനെസ് ക്ലാസ് തന്നത്. അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഫാനൊക്കെ വർക്കാവുന്നുണ്ട്, ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, അതിനെപ്പറ്റി ഞങ്ങൾ അതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ സാറ് പറയുന്ന സമയത്ത് അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങി. എങ്ങനെയാണ് ഈ ഫാൻ വർക്കാവുന്നത്, ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത്, ഇനിയിപ്പോൾ ഓട്ടോമോണസ് കാറൊക്കെ ഉണ്ടല്ലോ,
അപ്പോൾ അതിനെപ്പറ്റി സാറ് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഈ മീൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇപ്പോൾ ഇപ്പോൾ 2021 നമ്മുടെ സ്റ്റേപ്പിൻ്റെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവരൊക്കെ ജോയിൻ ചെയ്ത് 1 മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഫസ്റ്റ് ഡേ ജോബിൻ സാറ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്കിപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ എഞ്ചിനീയർ ആവാമെന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. കാരണം ഞാൻ +2 സയൻസ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ വീട്ടുകാർക്ക് ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ അതിലൊന്നും ഇതല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ സ്റ്റേപ്പിലേക്ക് ജോയിൻ ചെയ്തത്. അവിടെ എത്തിയപ്പോൾ മാം പറഞ്ഞ പോലെ സിസ്റ്റം ഓണാക്കാനും ഓഫാക്കാനും എനിക്ക് ലാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് കുറച്ച് അതിലിപ്പോൾ നമ്മൾ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഗെയിം കളിക്കും ലാപ്പിൽ. അതല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തപ്പോൾ എങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതുപോലെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു സപ്പോർട്ടിങ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് HTML ആണ്. അപ്പോൾ HTML തന്നെ 1 മന്ത് സംതിങ് കുറേ ലാഗായി. കാരണം അത് ഓരോന്നും പഠിച്ചു വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം HTML മെല്ലെ മെല്ലെ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുവിധം ഓക്കെ ആയപ്പോഴാണ് നമ്മൾ അത് വെച്ചിട്ട് സ്ട്രക്ചറിങ് ചെയ്യാൻ മാത്രം ആദ്യം നല്ലപോലെ പഠിച്ചു. അതിനുശേഷം അത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CSS എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നു അറിഞ്ഞു. അങ്ങനെ അത് CSS യൂസ് ചെയ്തു. അങ്ങനെ CSS എത്തിയപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസ് കിട്ടി. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു, HTML CSS മാത്രം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പം തന്നെ എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ തുടർന്ന് ജാവാസ്ക്രിപ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. റിയാക്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് കോൺഫിഡൻസ് നല്ല കോൺഫിഡൻസ് ആയി. റിയാക്ട് വെച്ചിട്ട് കുറേ ടാസ്കുകളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ സെറ്റായി, എല്ലാം ഓക്കെ ആയി. അപ്പോൾ എനിക്ക് ഇനിയും തുടർന്നും കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഇത് അപ്പോൾ കുറേ ടൈമായപ്പോൾ ഡ്രോപ്പ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. വേറെ എന്തെങ്കിലും നേഴ്സിങ്ങിന് വിടണം എന്ന് അമ്മയ്ക്ക് പിന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഡ്രോപ്പ് ചെയ്തിട്ട് അതിലേക്ക് പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇല്ല, എനിക്കിത് തന്നെ തുടർന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് എൻഡ് ഫുള്ള് തീർത്തിട്ട് ബാക്ക് എൻഡ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ബാക്ക് എൻഡിൽ പൈത്തണും ജാങ്കോ അതൊക്കെ എത്തിയപ്പോഴത്തേക്കും ബാക്ക് എൻഡിത്തെ ഇപ്പോൾ OTP വരുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഫോണിൽ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ടെക്നോളജി എന്താണെന്ന് അറിഞ്ഞത്, ടെക്നോളജി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ലൈവ് പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ജസ്റ്റ് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, ഇതുപോലെ OTP നമ്മളെ നമ്പറിലേക്ക് വരുന്നത് അങ്ങനത്തെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ബാക്ക് എൻഡിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു, സ്വന്തമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം Next.js അതും നമുക്ക് റിയാക്റ്റും അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ നെക്സ്റ്റിലേക്ക് പോയത്. അപ്പോൾ അത് പെട്ടെന്ന് പഠിക്കേണ്ടതായിട്ട് വന്നു. 1 മാസം കൊണ്ട് Next.js പഠിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് അത് പഠിച്ച് അതിൽ അപ്പം തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് ആ ഒരു ഗ്രോത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം 1 മന്ത് എടുത്ത് പഠിച്ച ആള് ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ Next.js വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റി. അപ്പം നമ്മൾ Next.js പഠിച്ച അപ്പം തന്നെ നമുക്ക് പ്രൊജക്റ്റും കിട്ടി. അപ്പം അത് വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യം അപ്പം തന്നെ ഒരു പ്രൊജക്റ്റിലേക്ക് യൂസ് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇപ്പം നമ്മൾ Next.js പഠിച്ചിട്ട് ഇപ്പം വീണ്ടും നമ്മളിപ്പോൾ മിഷൻ അട്ടപ്പാടിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് പോയപ്പോൾ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത് സ്റ്റോപ്പായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതായി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ സ്വന്തമായിട്ട് ഓരോ പ്രൊജക്റ്റ് ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഫിഗ്മ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഓരോ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ കുട്ടികളെ പഠിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല എക്സ്പീരിയൻസ്. കാരണം നമ്മൾ അതേ സ്റ്റേജ് കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ആവാൻ നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ടൈം അവർക്ക് വരുന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ബ്ലോക്ക് ആകുന്ന സമയത്തൊക്കെ അവർക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നുണ്ട് കുട്ടികൾക്ക് പണ്ടത്തെക്കാട്ടിൽ. എങ്ങനെയാണ് പാരൻസിന് ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ചിലപ്പം വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇപ്പോൾ ഊരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ പാരൻസിനെ കൺവിൻസ് ചെയ്തതൊക്കെ നമുക്ക് കുറേ അറിയുന്നതാണ്. കാരണം ഇപ്പോൾ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓക്കെ ട്രസ്റ്റാണ്, കാര്യമാണ്, നിങ്ങൾ സാലറിഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികളെ എങ്ങനെയാണ് അവരുടെ പാരൻസിനെ അവരെയൊക്കെ നിങ്ങൾ എന്ത് ഇൻസ്പയർഡ് ആക്കിയാണ് നിർത്തിയിരിക്കുന്നത്? ആദ്യമൊക്കെ കുട്ടികൾ ഇപ്പോൾ വന്ന് ഞങ്ങൾക്ക് മെമ്പറല്ലേ, ഇപ്പോൾ
എന്താ പറയുക, കുട്ടികൾ ചേരാൻ വരുമ്പോൾ നമ്മൾ മുന്നിൽ ഇരുത്തിയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും. ഇത് വെബ് ഡെവലപ്മെൻറ്റ്, പിന്നെ നമുക്ക് ടെക്നോളജി പഠിക്കാം, അതുപോലെ നിൻ്റെ ഇത് ടെക്നോളജിയും പഠിക്കാം, അതുപോലെ കോഡിങ്ങും പഠിക്കാം, അതുപോലെ നിൻ്റെ കരിയറിലേക്കും പഠിക്കാം. എന്താ ഇപ്പോൾ ഡോക്ടർ ആവണോ, എന്താ പറയുക, ഈ ടെക്നോളജി ഡോക്ടർ അങ്ങനെ പഠിക്കാനൊക്കെ നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ പാരൻസ് വരുമല്ലോ, അപ്പോൾ പാരൻസിനോട് നമ്മളിങ്ങനെയൊക്കെ കുറേ പറഞ്ഞു കൊടുക്കും. എന്താ പറയുക, ഒരു ടാൽഡ്രോപ്പ് ഇങ്ങനെ ഒരു കമ്പനിയാണ്, ടെക്നോളജി പഠിക്കാം, കുറേ നമ്മുടെ കരിയറൊക്കെ ബിൽഡ് ചെയ്യാനുള്ളൊരു ടാൽഡ്രോപ്പ്, എന്താ പറയുക, ടാലൻറ്റ് ഉള്ള കുട്ടികളെ ഡ്രോപ്പ് ചെയ്തെടുക്കാനുള്ള കുറേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ മറ്റേ സ്റ്റൈപ്പിൻ്റെ പ്ലാറ്റ്ഫോമും അതിൻ്റെ പ്രോഗ്രാംസും ഇതെന്തിനാണൊക്കെ എല്ലാം കൂടി പറഞ്ഞു കൊടുത്തപ്പം ഓക്കെ പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ വന്ന് ചേർന്ന് ആദ്യമൊക്കെ അവർക്ക് എന്താ അവർ ഇൻട്രസ്റ്റ് ചെയ്തു. പിന്നെ എന്താ പറയുക, അവർക്കും നമ്മളെപ്പോലെ തന്നെ പേടിയാ നേരിട്ട് എല്ലാവരും കൂടെ മിങ്കിളാവാനും സംസാരിക്കാനൊക്കെ. പിന്നെ പറയാ പിന്നെന്താ, ആ ഒരു പേടിയൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? കാരണം നിങ്ങളുടെ ഊരിലല്ലാതെ കുറച്ചധികം ആൾക്കാരുടെ അടുത്താണല്ലോ ഇപ്പം നിങ്ങൾ ഇടപഴകിക്കൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് ഓക്കെ ആയിക്കാണ്, മേ ബി ഒരു 2 to 3 year ആയി. എനിക്ക് തോന്നുന്നു എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഇപ്പം ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാൻ അത്യാവശ്യം അറിയുന്നവരാണല്ലോ. ആ പേടിയൊക്കെ ആദ്യ കാലങ്ങളിൽ എങ്ങനെയാ തരണം ചെയ്തത്? അയ്യോ പേടി, സത്യമായിട്ട് പറയാം, പുറത്തോട്ട് പോകാനൊക്കെ നല്ല പേടിയാണ്. ഇങ്ങോട്ടും വിടില്ല ഞങ്ങളെ. സത്യം പറയാം അട്ടപ്പാടിയിൽ ഞാൻ കറങ്ങിട്ട് പോലും ഇല്ല. വീട്ടിൽ തന്നെ എങ്ങോട്ടും വിടില്ല എന്നെ. അപ്പം സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അട്ടപ്പാടി ഊരിന്റെ ഉള്ളിലുള്ള സ്കൂളിൽ തന്നെയാണോ പഠിച്ചത്? അല്ലല്ല, ഞാൻ പഠിച്ചത് 1 തൊട്ട് 4 വരെ നമ്മൾ തൃശ്ശൂരിലാണ് പഠിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ 4ാം ക്ലാസ് പകുതി നിർത്തിയിട്ട് പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിറ്റൂരാണ് ഞങ്ങളുടെ സ്ഥലം, വീട്. അപ്പോൾ ചിറ്റൂർ തന്നെ എന്താ പറയാ ഒരു സ്കൂളുണ്ട്, വിമലബാലൻ UP സ്കൂൾ ചിറ്റൂർ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ 4 തൊട്ട് 7 വരെ പഠിച്ചത്. അതിന് സെക്കൻഡ് നമ്മൾ എന്താ ഗുരുവായൂർ. ഞാൻ ചെറുപ്പം തൊട്ട് +2 വരെ ഹോസ്റ്റൽ ലൈഫായിരുന്നു. പിന്നീടാണ് 2 മാസത്തെ വെക്കേഷൻ ആകുമ്പോൾ വീട്ടിൽ ചെല്ലും. പിന്നെ നമ്മുടെ ഭാഷയാണല്ലോ, പിന്നെ പുറത്ത് പോകുമ്പോൾ അവരുടെ രീതിക്ക് നമ്മൾ എന്താ പറയുക മലയാളത്തിൽ സംസാരിക്കാം. അങ്ങനെ. ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ മലയാളത്തിൽ സംസാരിക്കുന്നത്? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരോടും നല്ല സംസാരിക്കണ്ടേ. ഊരിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങളുടെ ഊരിലെ ലാംഗ്വേജില്? ഒരു ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു. എന്താ പറയാ, എന്താ പറയാന്ന് പറഞ്ഞ എന്താ സൊല്ല് എന്നതാണ് പറയുന്നു പറയും, അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്കിടയിൽ ഇപ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഊരിലെ ലാംഗ്വേജ് തന്നെയാണ്? ഓക്കെ. ഇപ്പൊ എങ്ങനെ മലയാളം കുറച്ചുകൂടെയൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന, സംസാരിക്കാൻ പറ്റുന്ന രീതി ആയിട്ടുണ്ടോ? അതെ, കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാൻ പറ്റും. എഴുതാനൊക്കെ നോക്കിയിട്ടുണ്ടോ മലയാളം? അതെനിക്ക് അറിയാലോ, ചെറുപ്പം തൊട്ടല്ലേ മലയാളല്ലേ. മലയാളമാണ് പഠിച്ചോണ്ടിരുന്നത്. പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് നിങ്ങളുടെ ഊരിലെ ലാംഗ്വേജിനാണ് കുറച്ചും കൂടി എന്താ പറയാ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരും ചെറുതായിട്ട്. ഓക്കെ. അപ്പം നമ്മുടെ ടാൽഡ്രോപ്പിന്റെ ഫൗണ്ടറിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു ഇതുപോലെ പ്രിവിലേജ് അല്ലാത്ത, നമ്മൾ പറയും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രിവിലേജുകൾ കിട്ടുന്നുണ്ട് നമുക്ക്, എന്നാലും പ്രിവിലേജ് അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലെ അവരെ ഉയർത്തി മുന്നിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ അങ്ങനെ 110-110 നമ്മൾ മിഷൻസ് ചെയ്യുന്നുണ്ട്. അതിലൊരു മിഷനായിരുന്നു മിഷൻ അട്ടപ്പാടി എന്നുള്ളത്. അപ്പോൾ നമ്മളോട് എല്ലാവരും തുടക്കത്തിൽ ചോദിക്കുമായിരുന്നു എന്തിനു വേണ്ടിയാണ്. അവിടെയൊക്കെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവോ, അവിടെ നിന്ന് പഠിക്കാൻ കുട്ടികളുണ്ടാവോ, അവരുടെ ഒരു രീതി, കാരണം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും എല്ലാ കാര്യങ്ങളും യുണീക്കാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഭയങ്കര ചേഞ്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഊരിലുള്ളവർ മേ ബി നമ്മളെക്കാളും ഒരു 10-20 വർഷം എനിക്ക് തോന്നുന്നു ബേക്കിലേക്കായിരിക്കും പലരുടെയും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇപ്പം ഇത്ര നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഒരു മിഷൻ നമ്മുടെ ഈ പ്രൊജക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ മിഷൻ അട്ടപ്പാടിയിലൂടെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചേഞ്ച് നിങ്ങളുടെ ഊരിൽ കൊണ്ടുവരാനാകുമെന്ന് തോന്നുന്നുണ്ട്? ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞങ്ങൾ ആ സ്കില്ല്, നമ്മുടെ കോഡിങ് സ്കില്ല് പഠിച്ചു, സ്കില്ല് ഇപ്പോൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ കുട്ടികൾക്ക് അവർക്ക് നല്ല സ്കില്ലുണ്ട്, പക്ഷെ അതെങ്ങനെ പുറത്ത് കൊണ്ടുവരാമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ചിലവരെന്ന് പറഞ്ഞാൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് നല്ല സ്കില്ലുള്ള കുട്ടികളടക്കം കൂലിപ്പണിക്കൊക്കെ പോകുന്നത് കുറേ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അവരുടെ സ്കില്ല് പുറത്ത് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ മിഷൻ അട്ടപ്പാടിയിൽ വന്നിട്ടുള്ള കുറേ കുട്ടികളും അതുപോലെ തന്നെ അവർ കുറേ സ്ട്രഗിൾ ചെയ്ത കുട്ടികളാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട്, പഠിച്ച് ഇപ്പോൾ അവരുടെ കുറേ ഡ്രീം ഉണ്ട് അവർക്കിപ്പോൾ. അവർക്ക് ആ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വന്ന് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്.
നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ ടാൽറോപ്പിലെ ജേർണിനെ കുറിച്ചുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൂടെ അവർ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അപ്പം എന്ത് തോന്നുന്നു ഇപ്പം ഒരു ജോബുണ്ട് അല്ലെങ്കിൽ പറയാനൊരു പ്രൊഫഷനുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പം അട്ടപ്പാടി എന്ന് പറയുമ്പം പൊതുവെ എല്ലാവരും കേൾക്കുന്ന കുട്ടികൾ നവജാത ശിശുക്കളുടെ മരണം, അല്ലെങ്കിൽ പട്ടിണി, അല്ലെങ്കിൽ ഭൂമി തർക്കം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും കേട്ടിട്ടുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ എന്തൊക്കെ ചേഞ്ചാണ് നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരു സേഫായിട്ടൊരു കരിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാലറി കിട്ടുന്ന ഒരു പേഴ്സണാണ്, ഇനി എവിടെ ചെന്നാലും ഒരു ജോബ് കിട്ടും, ഓക്കെയാണ്, ആ ഒരു ലെവൽ വരെ ഇപ്പം ഈ ഒരു ചേഞ്ച് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലേക്ക് യൂസ് ചെയ്യുക? ഇപ്പം ഈ ഒരു കാര്യങ്ങളിലൂടെ എന്തൊക്കെയാണ് നാട്ടിലേക്ക് ചേഞ്ച് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ നോക്കുന്നത്? ഇപ്പം നിങ്ങൾ കാരണം ഇത്രയധികം ജില്ലയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു, അവിടെ ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇപ്പോൾ ട്രാവലിനായാലും അല്ലെങ്കിൽ ചികിത്സയ്ക്കായാലും കാര്യങ്ങൾക്കായാലും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലേക്കും കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡ്രസ്സിങ് തന്നെയാണ്. ഞാൻ ഇവിടെ 10th വരെ നാട്ടിൽ നിന്ന് പഠിച്ചതാണ്. അതിനുശേഷം +1 ആ ടൈമിലാണ് ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ടൈമിലാണ് +1 പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പുറത്തേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അതുവരെ ഞാൻ പാലക്കാട് വരെ പോകും, അതിനുശേഷം പുറത്ത് ബാക്കി ഒരു സ്ഥലത്ത് പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ട്രിവാൻഡ്രം പോയപ്പോഴാണ് അവിടുത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ജീൻസും പിന്നെ ഷർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പേര് യൂസ് ചെയ്യുന്നത്. അതുവരെയൊക്കെ നമ്മൾ ചുരിദാറും അവിടെ നാട്ടിലത്തെ ആ ഒരു ഇതിൽ ജീവിച്ച ആളാണ് ഞാൻ. പുറത്തേക്ക് ഇറങ്ങിയ ശേഷമാണ് ഇതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞത്. നാട്ടിലില്ലാത്ത കുറേ കാര്യങ്ങളും. പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അതും നാട്ടിൽ നോക്കിയുടെ ചെറിയ ഫോണായിരുന്നു വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി പറയുമ്പോൾ ഞാൻ ഇവിടേക്ക് വന്ന ശേഷം ടാൽറോപ്പിലേക്ക് ജോയിൻ ചെയ്ത ശേഷം ഈ മൊബൈൽ ഫോണൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാനൊക്കെ അറിയാം. പിന്നെ ഡ്രസ്സിങ്ങിലായാലും കുറേ ചേഞ്ചസ് വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും ചെറിയ ബട്ടൺ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു. അതിലെങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്യാം, ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ജിപേ, അതുപോലെ നമ്മൾ മൊബൈൽ ആപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു. ആ വീട്ടുകാർ ചെയ്യുന്നത് കണ്ട് ഇപ്പോൾ എൻ്റെ ചുറ്റുള്ള നാട്ടുകാർ കുറേ പേര് വീട്ടിലുള്ളവരുടെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് അവരും സ്മാർട്ട് ഫോണൊക്കെ വാങ്ങി യൂസ് അതെ, ചെയ്യാൻ. അതായത് നമ്മൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്തു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ കാര്യം പറയും, ഇപ്പം അതിൽ റെയറായിട്ടുള്ളതാണ് ഇപ്പം എന്താണ് ഊരുകൾ, ആദിവാസി ഊരുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ് ഈ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ വളരെ റെയർ കേസസ് ആയിട്ടാണ്. ഇപ്പം നമ്മളെ നാടും ഇതുപോലെ തന്നെയാണ്. അതാണ് നമ്മളെക്കാളും ഇപ്പോൾ കേരളത്തിന് ഒരു കുറച്ച് അധികം വർഷം, ഒരു 70-80 വർഷം പിറകിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളെപ്പോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഊരിൽ നിന്ന് പുറത്തേക്ക് വന്ന പോലെ നമ്മളിലുള്ള കാരണവന്മാരിൽ പലവരും, അതായത് നമ്മുടെ ഉപ്പാപ്പന്മാർ, അപ്പാപ്പന്മാർ, അച്ചാച്ചന്മാരൊക്കെ പലരും ഇതുപോലെ കപ്പയും കാര്യങ്ങളും കട്ടൻ ചായയും മാത്രം കഴിച്ച് കിടന്ന് പലരും പട്ടിണിയായി, ജോലിയില്ല, വരുമാനം ഇല്ലാതായപ്പോൾ കള്ളവണ്ടി കയറി, കപ്പൽ കയറിയൊക്കെ നാട് കടന്ന് പല രാജ്യങ്ങളിലേക്ക് എത്തി. അവിടെ അവർ പല ഫാക്ടറികളിലെയും തൊഴിലാളികളായിട്ട് നിന്നും ആടിനെ മേയിച്ചും അങ്ങനെ ഒട്ടകങ്ങളെ മേയിച്ചും അങ്ങനെ പല പല പണികൾ ചെയ്തിട്ടാണ് എന്താണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് വരുമാനമുണ്ടായി. പിന്നെ പലർക്കും ഫാക്ടറിയിൽ നല്ല പണിയെടുക്കുന്നവരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചധികം വിസകൾ ഓഫർ കൊടുത്തു. അങ്ങനെ പലരും പണ്ടതായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, മൂവിയിലെ കണ്ടിട്ടോ, എനിക്ക് ഇന്ന ആൾക്ക് നാട്ടിൽ ഇത്ര പേർക്ക് വിസ അയച്ചു തരും, അവർ കയറ്റിവിടും, ആ ഫാക്ടറിയിൽ കൊണ്ടുപോയി പണിയെടുക്കും. അവിടുന്ന് വളരെ എന്താണ് അവർ നോക്കിയത് തുച്ഛമായ ശമ്പളത്തിന് പണിയെടുക്കാൻ കുറച്ചധികം പണിക്കാരെയാണ് നോക്കിയത്. അങ്ങനെ പലരും പോയാണ് എന്താണ് നമ്മുടെ നാട്ടിലും അവിടെ പിന്നെ സിംഗപ്പൂർ പോലെ, മലേഷ്യ പോലും, ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലേക്ക് ഇതുപോലെ കള്ളവണ്ടി കയറിയാണ് തുടക്കകാലങ്ങളിൽ പലരും പോയിരുന്നത്. അവിടെ പോയി അവിടെ എത്തി അവിടുത്തെ നാടിൻ്റെ ആ സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ അധികം ഫണ്ടുകൾ വരാൻ തുടങ്ങിയപ്പോഴും മനസ്സിലായി നമുക്ക് ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ്, അല്ലേ, നമുക്ക് യാത്ര ചെയ്യാൻ ഇനിയും ഓപ്ഷൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹോട്ടൽ വേണം, നല്ല നിങ്ങൾ പറഞ്ഞ പോലെ നല്ല വസ്ത്രം വേണം, ഉപയോഗിക്കാൻ അടിപൊളി ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ വേണം. അപ്പോഴൊക്കെയാണ് റിയലൈസ് ചെയ്തിട്ടാണ് എന്താണ് പലരും അവിടേക്ക് എത്തുക. ആ ഒരു സാധനമാണ് നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഊരെന്ന് പറയുന്നവരെപ്പോഴും ഇപ്പം നമുക്ക് തന്നെ അറിയാം പല റെസ്ട്രിക്ഷനും ഉണ്ട്. നിങ്ങളുടെ ഊരിലേക്ക് ഇപ്പോഴും നമ്മളിൽ പുറക്കും വരാൻ നമുക്ക് എന്താണ് കളക്ടറുടെ പല പെർമിഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ഊരിലേക്ക് നമുക്ക് ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടുക. അത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, അതിന് പല റീസൺസ് ഉണ്ട്. അപ്പം നിങ്ങൾ പുറത്തേക്ക് അവർ വിടുന്നതും അങ്ങനെയാണ്. അറിയില്ലല്ലോ, അവർക്ക് പുറത്തേക്ക് പറയുമ്പോൾ നിങ്ങളുടെ ഊരിലുള്ളവരെ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും. നമ്മൾ പുറത്ത് എന്താണ് ലോകം, ഇവിടുത്തെ നടക്കുന്ന ലോകം ഒരു മേ ബി വിദ്യാലോകമായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ അവിടെ ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന ആ പുറത്തേക്ക് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ എന്തൊക്കെയാണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ ഈ റിയലൈസ് ചെയ്ത പോലെ നിങ്ങൾക്ക് അന്ന് ആ ഒരു ഫോൺ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇനിയിപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ ആ ഒരു കീപാഡുള്ള ഫോണിലേക്ക് തിരിച്ചു പോകുന്നൊരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ പറ്റില്ല. അതിനേക്കാളും ഉയർന്ന ഒരു ടെക്നോളജിയിലേക്ക് മാറാൻ മാത്രമായിരിക്കും
നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അന്നുണ്ടായ ആ കേരളത്തിൽ മൊത്തത്തിലുണ്ടായ മാറ്റം ഇതുപോലെ പലരും പുറത്തേക്ക് പോയി അവിടുത്തെ ഫെസിലിറ്റികൾ ഇവിടെ കൊണ്ടുവരണമെന്ന് ആലോചിച്ച് സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എന്താ ചെയ്തത് നമ്മുടെ കേരളം ഇന്ന് കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ഇനി ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ പുറത്ത് പോയി തിരിച്ച് വന്നിട്ട് വാങ്ങേണ്ട സ്ഥാനത്ത് നിന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കും. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ആ ചുറ്റിലുള്ള 10 പേരെ മാറ്റിയെന്നുള്ളതാണ്. ഇതുപോലെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അട്ടപ്പാടിയെ പറ്റി? അട്ടപ്പാടിനെ പറ്റി സ്വപ്നങ്ങൾ വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ആളാണെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും. ഏതൊരു കാര്യം എടുത്താലും എന്തെങ്കിലും അവർക്ക് വേറെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അതുപോലുള്ള കാര്യം ഫസ്റ്റ് ഞങ്ങൾ അനലൈസ് ചെയ്യണം. ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം എന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. കാരണം ഇതുപോലെ തന്നെ പണ്ട് മുതൽ പാരൻസിനാണെങ്കിലും എഡ്യൂക്കേഷൻ കുറച്ച് കുറവാണ്. അവർക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു, തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, പിന്നെ അതേപോലെ രാവിലെ വീണ്ടും പറഞ്ഞു വിടുന്നു. ആ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മിക്ക വീടുകളിലും അട്ടപ്പാടിയിൽ നടക്കുന്നത്. അപ്പോൾ അതിലൊരു ചേഞ്ച് വരുത്തിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ടെക്നോളജി പരമായിട്ടാണെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും അവയർനെസ്സും, പിന്നെ അതുപോലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒരു സെൻറ്റർ പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. അപ്പം ആ ഒരു മാറ്റം ഇപ്പോൾ കാരണം പുറം ലോകമായിട്ട് അധികം ബന്ധമില്ലാത്തത് കൊണ്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് തന്നെ അങ്ങനെ. എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞാലുള്ള സാധ്യതകളെന്ന് അവര് പാരന്റ്സിനും ചിലപ്പം പറഞ്ഞു കൊടുക്കാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ അതൊക്കെ അറിഞ്ഞ് വളരുവാണെങ്കിൽ അവര് വലുതാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് നമുക്ക് കാണുമ്പോഴാണല്ലോ നമുക്കും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എയിമും കാര്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതുപോലെ ആകണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നല്ലേ. നിങ്ങളുടെ ആ ചിന്തകളിലൊക്കെ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടോ? ഊരിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ എറണാകുളം എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം എന്ന് പറയുമ്പം ഇപ്പം ബാക്കിയുള്ള ജില്ലയിലുള്ളവർക്കായാലും എറണാകുളത്ത് വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു നാടായിട്ടാണ്. കാരണം ഡിഫറെൻറ്റ് തരത്തിലുള്ള പല ഏരിയയിലുള്ള ആൾക്കാർ, പല കാറ്റഗറിയിലുള്ള ബിസിനസ്സുകാർ, അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ള, അങ്ങനെ പല ഒരു കമ്മ്യൂണിറ്റി വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കേരളത്തിൽ. എറണാകുളം എടുക്കും ബാക്കിയുള്ള. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഊരിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? ഡിഫറൻസ് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് മെയിനായിട്ട്. ഇപ്പോൾ നാട്ടിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ, ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തു, സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നാൽ പോലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആ ഡൗട്ടും വെച്ച് അവിടെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ പ്രൊജക്റ്റൊക്കെ കിട്ടിയ ടൈമിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരുമായിട്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് തന്നെ എനിക്ക് വന്നൊരു വലിയൊരു മാറ്റമാണ്. എല്ലാവരുമായിട്ടും സംസാരിക്കാനായിട്ട് ആദ്യം പഠിച്ചു. പിന്നെ അവിടുത്തെ ആണെങ്കിൽ അത്ര സിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വണ്ടികളായാലും എല്ലാം കുറവായിരിക്കും. പക്ഷേ നമ്മൾ പുറത്ത്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ തന്നെ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ രാത്രിയും കടയുണ്ടാവും, പകലുണ്ടാവും, രാത്രിയും ആൾക്കാരും സാധനങ്ങളൊക്കെ വാങ്ങാനും പോകുന്നുണ്ട്. പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഈ സിറ്റി കാര്യങ്ങളും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാനുള്ളൊരു ഗ്യാപ്പ് അവിടെ കുറേ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സിറ്റീനടുത്താണ്, പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് ഉള്ളേരിയകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ രാത്രിയൊക്കെ പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയല്ല. 24 hours എല്ലാം അവൈലബിലിറ്റി ഉണ്ട്. ട്രാൻസ്പോർട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ഓക്കെയാണ്. ഓക്കെ, അത് മാറ്റങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം ഫ്യൂച്ചറിൽ. ഓക്കെ. ഈ ഒരു മാറ്റമൊക്കെ നിങ്ങൾ ശരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ളൊരു ആ ഒരു ഡെസിഗ്നേഷനിലെത്തി ഈ നാടുകളിലേക്കൊക്കെ വന്നപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത്? യെസ്, അതെ. നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അട്ടപ്പാടി വിട്ട് പുറത്ത് വരുന്നത്. പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഉള്ളതിനും അവിടെ ഉള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര കാര്യങ്ങളും കൂടി ചെറിയ പയ്യെ ചെയ്ത് വന്ന നമ്മുടെ നാടും കൂടി കുറച്ചും കൂടെ ഇപ്പോൾ ഉള്ള രീതിയിൽ നിന്ന് കുറച്ചും കൂടെ അപ്പം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ, ഇതല്ല ഇതിന് പുറത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര ഇട്ടാവട്ടത്ത് തന്നെ ഇങ്ങനൊരു ലോകമുണ്ട്, അവിടെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നൊക്കെ നിങ്ങളിപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക? കാരണം നിങ്ങൾക്ക് പറയാമല്ലോ, നിങ്ങളിപ്പോൾ മോഡലാണ്, നിങ്ങളിപ്പോൾ ഡ്രസ്സിങ്ങിലായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകളിലായാലും നിങ്ങൾ പറഞ്ഞു എല്ലാ ഓരോ കാര്യങ്ങളിലും ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവരാണ്. അപ്പം നിങ്ങളത് അവരോട് കമ്മ്യൂണിക്കേറ്റ്, ഈവൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ പോലും ഇപ്പോഴും ഫുള്ള് അത് ഓരോ ഭാഷയല്ല, നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇവിടെ സംസാരിക്കുന്ന മലയാളം സംസാരിക്കാറുണ്ടോ? ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന ഇപ്പോൾ വീട്ടിലും ആദ്യമൊക്കെ വീട്ടിൽ എൻ്റെ പാരൻസ് അടക്കം നമ്മുടെ
ലാംഗ്വേജ് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പം അതിലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലും അച്ഛനായാലും അമ്മയായാലും മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ മലയാളം ത്തിൽ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ ഇത് മാത്രമല്ല ലോകം, കുറച്ച് അപ്പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു വിശാലമായ ലോകം എന്നൊക്കെ പറയാറുണ്ടോ? അവർക്കും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഈ 200 പേരെയാണ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തമായിട്ട്. അവരോടൊക്കെ എന്തൊക്കെ ഇൻസ്പിറേഷൻ സ്റ്റോറിയൊക്കെയാണ് നിങ്ങൾ പറയാറുള്ളത്? ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി തന്നെ ഉണ്ട് സിയാദ്, മഹദേവ്. അവരൊക്കെ ഈ 14 വയസ്സിൽ തന്നെ നമ്മുടെ ഈ ടെക്കിലോട്ട് ജോയിൻ ചെയ്ത് 18 വയസ്സാകുമ്പോഴത്തേനും ഒരു കമ്പനിയുടെ CTO എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. ഫസ്റ്റിൽ അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടേണ്ട ഇൻപുട്ട് നമുക്ക് കിട്ടിയാൽ ഒരു ദിവസം നമുക്ക് കൊടുക്കേണ്ട സമയത്ത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന്. ഇപ്പം എല്ലാവരോടും പറയുന്നത്, കാരണം നിങ്ങളുടെ ലൈഫ് തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് അല്ലേ? അതെ. കാരണം ഒരു പക്ഷേ നോർമലി എല്ലാവരും ചിന്തിക്കുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നാൽ മതി, അല്ലെങ്കിലൊക്കെ പഠിച്ചമായി ബന്ധപ്പെട്ട് ജോലിയൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും കൂലിപ്പണി എല്ലാ ജോലിയിലും അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ലൈഫ് സ്റ്റൈല് അച്ചീവ് ചെയ്യുക, മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏണിങ്സിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമുക്ക് എത്രത്തോളം കിട്ടുന്നോ, എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലും ചേഞ്ച് ആകുന്നത് അല്ലേ? അതെ. അപ്പം നമ്മളെപ്പോഴും പറയും, നമ്മൾ നിങ്ങൾക്ക് വന്ന് ചെയ്തു തരുന്നേക്കാളും നിങ്ങളിൽ കുറച്ച് പേരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഈ അട്ടപ്പാടി മിഷനിലൂടെ പ്ലാൻ ചെയ്തതാണ്. അതായത് നിങ്ങളിലേക്ക് കുറച്ച് കാര്യം, അതായത് എത്രത്തോളം ലോകത്തിന് സാധ്യതകൾ ഉണ്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക. അതിലൂടെ നിങ്ങളത് പഠിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ബാക്കി അട്ടപ്പാടി ഒഴികെയുള്ള ബാക്കി അല്ലെങ്കിൽ പാലക്കാടിന് തന്നെ ഇതര ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പല ഫെസിലിറ്റീസും നിങ്ങളുടെ അവിടെ ഇല്ല. അത് മാറി നിങ്ങളിപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഈ ഒരു ജോബിൻ്റെ പാർട്ടായിട്ടാണ്, നിങ്ങൾക്ക് പഠിച്ചത് കൊണ്ടാണ്, അത് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പലയിടത്തേക്ക് ഇപ്പം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയത്. നിങ്ങളിപ്പോൾ ട്രെയിനിൽ കയറുന്നുണ്ട്, പല പല യാത്രകൾ ചെയ്യുന്നുണ്ട്, ഇത്രയധികം സംവിധാനം എന്താണ് ട്രാവലിനാണെങ്കിൽ ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങൾ. അതുപോലെ നിങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഈ സാധനം നിങ്ങളിലേക്ക് എന്താണ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. അതാണ് നമ്മളിപ്പോൾ നമ്മളിൽ ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്നാലും നമുക്ക് എന്താണ് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ, നിങ്ങൾ അവരുടെ ഒപ്പം വളർന്ന് പഠിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഇപ്പം എത്രയാണ് 2-3 വർഷം അവിടുന്ന് അതുപോലൊരു നാട്ടിൽ വന്ന് ഈവൻ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളുടെ പലരുടെയും പാരൻസ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പണിക്ക് പോയി കാരണം ഞാൻ കേട്ടിട്ടുണ്ടത്, പണിക്ക് പോയി കഴിഞ്ഞാൽ 700-800 രൂപ കിട്ടും, അപ്പോൾ അത് മതിയാക്കിയിട്ട് വാ എന്നുള്ളത്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ, ആ ഒരു രീതിയിൽ നിങ്ങൾ പറഞ്ഞ ഒരു ചെറിയൊരു ഏണിങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലറി ആയിട്ട് മന്ത്ലി ഒരു സാധനം കിട്ടുന്നു എന്നൊരു നിലയിലേക്ക് അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ ആ നാട്ടിലെ ഒരു പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് കാര്യങ്ങൾ വരെ എത്തി അല്ലേ? അതായത് ഇത്രയധികം സാധനം എക്സസീവ് ആയിട്ട് എന്താണ് അവിടെ റാഗിയുണ്ട്, ചാമയുണ്ട്, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കിട്ടാത്തിടത്തേക്ക് എത്തിച്ചു. കാരണം ഇപ്പം എറണാകുളത്തിൻ്റെ ഇതുപോലുള്ള ഏരിയകളിലൊക്കെ നമുക്ക് എന്താണ് ഇതൊന്നും അത്ര സുലഭമായി കിട്ടുന്ന കാര്യം, നമ്മളിപ്പോൾ പാക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് അത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് പർച്ചേസിന് അത്രയധികം ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ അത് പുറത്തേക്ക്, ഇപ്പം മലയാളികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല പുറത്ത് ഒരുപാട് സ്ഥലത്ത് ഈ സാധനങ്ങൾ, ഇപ്പം റാഗിയുടെയൊക്കെ ഗുണങ്ങൾ, നമ്മുടെ മില്ലറ്റിൻ്റെ ഗുണങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അത്രത്തോളം ഈ സാധ്യതയൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞത് ശരിക്കും പുറത്തേക്ക് വന്നിട്ടാണ്. അപ്പം നിങ്ങൾ അവരോട് പറയാറുണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു കുറേ വരുമാനം ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ളത് നിങ്ങളുടെ ആർട്ട് മില്ല് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ്? അതിനെപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഊരുകളിൽ പോയിട്ട് റാഗി സംഭവങ്ങളൊക്കെ, ഇപ്പം ഞങ്ങളുടെ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുറേ എല്ലാ വീടുകളിലും റാഗിയും അതുപോലെയുള്ള മില്ലറ്റ്സും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ തനതായ ഒരു ഗോത്രത്തിൻ്റെ ഒരു കാർഷിക രീതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കർഷകരെ കുറച്ച് അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, കർഷകരെ സപ്പോർട്ട് ചെയ്യുക, ഇതിലൂടെ കർഷകരെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആക്മിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു വെബ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനും നമ്മൾ ബിൽഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മീൻസ് കസ്റ്റമർക്ക് വാങ്ങുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്ററും പിന്നെ ടാൽറോപ്പും ചേർന്ന് അന്ന് തുടങ്ങിയ മിനി IT പാർക്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിച്ചത്.
ഇതിലൂടെ ഞങ്ങൾ ഇന്ന് 200ഓളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അട്ടപ്പാടിയിലുള്ള കുറേ വിദ്യാർത്ഥികളെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ടാൽറോപ്പും ശാന്തി ഇൻഫർമേഷൻ സെൻറ്ററും ചേർന്ന് പാലക്കാട് അഗളിയിൽ ഒരു മിനി വില്ലേജ് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് എല്ലാവരും ചോദിച്ചു, അട്ടപ്പാടി പോലൊരു ഏരിയയിൽ എന്ത് ഇന്നോവേഷനാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, അവിടെയുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വരുമോ എന്നുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസും കുറേ കളിയാക്കൽ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിലെന്തിനാണ് നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തർക്കായിട്ടുള്ളൊരു റിസൾട്ടായിട്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന 6 പേര്, അവരിലൂടെ പഠിക്കുന്ന 200ലധികം കുട്ടികൾ, അവർ സ്റ്റാർട്ട് ചെയ്ത ആർട്ട്മിൽ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഇന്ന് ഒരുപാട് സാധ്യതകളാണ് അവരിലൂടെ ഓപ്പണായി വരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നത് വരെ ബൈ.